എന്നാ ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല ഇതുപോലത്തൊരു ഓണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞേ? ഓണസദ്യക്ക് വരും മോമോസല്ല കൊണ്ടുവന്നത് ഞങ്ങൾക്ക്. ശരിക്കും ഓണസദ്യയല്ലേ തൻ്റെ, ഇതിപ്പോൾ മോമോ സദ്യയില്ലേ? ഒന്ന് വെറൈറ്റി ആക്കാൻ നോക്കിയതാ, ഞെട്ടിപ്പോയില്ലേ നിങ്ങൾ? എന്നാ ഒരു കരോളും കൂടി വെക്കാറുന്നില്ലേ? ക്രിസ്മസിന് കുറച്ചും കൂടി വെറൈറ്റി ആയിപ്പോയി. ആരും ചെയ്തിട്ടില്ല അങ്ങനെ. ഈ എങ്ങനെയാണ് ഈ ഓണം വന്നതെന്ന് മുത്തച്ഛനറിയോ? പണ്ട് നമ്മുടെ കേരളത്തിൽ ബാഹുബലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജാവ് ഭരിച്ചിരുന്നു. ബാഹുബലി അല്ല, മഹാബലി. അദ്ദേഹമായിരുന്നു ഇവിടുത്തെ രാജാവ് അന്നത്തെ കാലത്ത്. വാമനൊരു 3 അടി മണ്ണ് ഒഴിച്ചു. ഞാനാണെങ്കിൽ കൊടുക്കൂലായിരുന്നു കേട്ടോ. ശരിക്കും ഈ ബാഹുബലിയുടെ ഒക്കെ ഒരു റിലേറ്റീവായിട്ട് വരും ഈ അത് നിങ്ങളൊന്നും വായിക്കാനുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ റൊട്ടി കടിക്ക് എനിക്ക് ഫസ്റ്റ് ഇട്ടിട്ട് കിട്ടിയ സമ്മാനം ഭയങ്കര ചെറുതായിരുന്നു. ഈ പ്രാവശ്യം നമ്മളത് സോപ്പ് കൂട്ടിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയ അനുഭവം വേറെ ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പാപ്പ കഴിഞ്ഞ ഓണ പരിപാടിക്ക് ഞാൻ കുഞ്ഞു പിള്ളേരുടെ കൂടെ മിഠായി പെറുക്കലിന് കൂടിയപ്പോൾ നീ ഒബ്ജക്ഷൻ വെച്ച് എന്നെ പുറത്താക്കിയില്ലേ? ഓക്കെ, ഇപ്പം പിള്ളേരുടെ കൂടെ ഇപ്പം അപ്പൂപ്പൻ മത്സരിച്ച് അപ്പൂപ്പനല്ലേ ജയിക്കുള്ളൂ. പിന്നെ പല്ലുപോളും മുളയ്ക്കാത്ത പിള്ളേരുടെ കൂടെ നീ റൊട്ടി കടിക്ക് കയറിയിട്ട് ഫസ്റ്റ് ഇട്ടിപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ വർഷത്തിൽ മിഠായി പെറുക്കലിന് വലിയപ്പം ഫേക്ക് കാണിച്ചിട്ടല്ലേ ജയിച്ചേ? അതിനുള്ള തെളിവ് കണ്ട കയ്യിലുണ്ട്. CCTVയിൽ കിട്ടിയായിരുന്നു. പിള്ളേരൊക്കെ അത് പിന്നെ ഓറിന് വരെടുക്കും, വലിയപ്പൻ 5 എടുക്കും. ഇതുപോലത്തെ ഫാൾസ് ആയിട്ടുള്ള അലിഗേഷൻ വരാൻ നേരത്ത് അതിന് പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് വേണം, അല്ലാതെ ഇങ്ങനെ പറയരുത്. അതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ പറഞ്ഞേ. 1 പഠിക്കണ ശിവമോൻ്റെ അച്ഛൻ പറഞ്ഞ്, 2 പഠിക്കണ ജോയലിൻ്റെ അച്ഛൻ പറഞ്ഞ്. ജോയലിൻ്റെ അച്ഛൻ കള്ളനാണ്. അങ്ങനെയല്ല, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ശരി, ഈ വർഷം ഞാൻ മത്സരിക്കണില്ല, അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക്. കഴിഞ്ഞ വട്ടം എനിക്ക് സൂചിയിൽ നൂൽ കോർക്കലിൻ്റെ എനിക്ക് സൂചിക്ക് വരും മുട്ടു സൂചി തന്നെ ഇവിടുന്ന്. കണ്ട നമ്മുടെ കൂടെ ഉള്ളൊരു അവസ്ഥ ഇതാണെങ്കിലോ. മുട്ടുസൂചിയാണ് കൊടുത്തേന്ന്. മുട്ടുസൂചിയിൽ പിന്നെ അപ്പം തൊളയിട്ടായിരുന്നു നൂല് ഓർക്കാൻ. പിന്നെ ഞാനിവിടുത്തെ എൻ്റെ കണ്ണ് വല്ല അടിച്ചു പോയതായിരിക്കും ഓർത്ത്. എടാ, നിന്റെ അണ്ണാക്കിലും നാക്കുണ്ടെങ്കിൽ കുറച്ചു നേരം പുറത്തേട്ടിട്. ഈ വട്ടം ഈ സുന്ദരന് പൊട്ടൂത്തലിന് എൻ്റെ ഫോട്ടോ വയ്ക്കണായിരിക്കും കുറച്ചുകൂടി നല്ലത്. സുന്ദരന് പൊട്ടുകുത്തലാണ്, അല്ലാതെ കോമാളിക്ക് നാക്ക് പഠിക്കലല്ല. നല്ല ഫോട്ടോ വെച്ചാൽ മതി, എൻ്റെ പോലത്തെ സുന്ദരൻ്റെ ഫോട്ടോ. എന്നാൽ ചിമ്പാൻസിയുടെ വെക്കാം. ഓക്കെ, ഈ പ്രാവശ്യം ഓണപരിപാടിക്ക് നമുക്ക് കളറായിട്ട് വെറൈറ്റിക്ക് ഒരു കസേരകളി അങ്ങ് വെച്ചാലോ? വളരെ വെറൈറ്റി ആയിട്ടുള്ള ഗെയിമുകളൊക്കെ നമ്മൾ ഓണത്തിന് വെക്കണ ഭയങ്കര നല്ല കാര്യമാണ്. ഈ ഓണത്തിന് ഒരു വെറൈറ്റി ഗെയിമുണ്ട്, ഡിനോസറിന് പൊട്ടുതൊടലേ. ചാക്കിലോട്ടം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചാക്ക് കൊണ്ടുവരാം. ഈ പ്രാവശ്യം മിഠായി വർക്കലിന് 5-8 പിള്ളേരുണ്ട്. അപ്പോൾ നമുക്ക് പോയി പ്രാക്ടീസ് ചെയ്യാം. പോരാ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം.